ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. സർക്കാരിന്റെ പല സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ആധാർ കാർഡ് പ്രധാനമായിട്ടുള്ള ഒന്നു തന്നെയാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ പോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ബാങ്കിംഗ് സർവീസുമൊക്കെ ആധാർ കാർഡാണ് മുഖ്യരേഖ. അതിനാൽ ആധാർ കാർഡുകൾ കൃത്യമായ ഇടവേളകളിൽ പുതുക്കേണ്ടത് അനിവാര്യമായ ഒന്നു തന്നെയാണ്. മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡ് ഓൺലൈനായി പുതുക്കാൻ സാധിക്കുന്നതാണ്. 2025 ജൂൺ 14 വരെയാണ് സൗജന്യമായി ആധാർ കാർഡ് പുതുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തീയതിക്ക് ശേഷം ആധാർ കാർഡിലെ ഐഡന്റിറ്റിയും വിലാസവും അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടി വരുന്നതാണ്. എല്ലാവരും തന്നെ ഇത് കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആധാർ ഡോക്യുമെന്റ് അപ്ഡേറ്റുകൾ 2025 ജൂൺ 14 വരെയാണ് മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ഫീസും ഈടാക്കില്ല. ആധാർ കേന്ദ്രത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ 50 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ജൂൺ 14 ശേഷം മൈ ആധാർ പോർട്ടൽ വഴി ആധാർ രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് 25 രൂപ ഫീസ് ഈടാക്കുന്നതായിരിക്കും. വിലാസത്തിലോ പേരിലോ മൊബൈൽ നമ്പറിലോ മാറ്റങ്ങളുണ്ടെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് ചെയ്യുന്നതാണ്. കൃഷ്ണമണി, വിരലടയാളങ്ങൾ, ഫോട്ടോ എന്നിവയ്ക്കാണ് ബയോമെട്രിക് ചെയ്യാൻ ആവശ്യം. ഇതും കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ആധാർ കാർഡ് മുഖ്യമായ രേഖ തന്നെയാണ്. അതിനാൽ കുട്ടികൾക്കും ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ആധാർ എൻറോൾമെന്റ് ആൻഡ് അപ്ഡേഷൻ റെഗുലേഷൻ അനുസരിച്ച് വ്യക്തികൾ ഓരോ 10 വർഷത്തിലും അവരുടെ ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സർക്കാർ സേവനങ്ങളും ബാങ്കിംഗ് സൗകര്യങ്ങളും മറ്റ് ആധാർ ലിങ്കിംഗ് സേവനങ്ങളും സുഗമമായി നടക്കുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും ഓൺലൈനായി പുതുക്കാൻ സാധിക്കും. എന്നാൽ പേര്, കൃഷ്ണമണി, വിരലടയാളങ്ങൾ, മുഖചിത്രങ്ങൾ എന്നിവ പോലുള്ളവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ പോകേണ്ടതാണ്. പേര്, വിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ എന്നിവ ആധാറിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഓൺലൈനായി ആധാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും തുടർന്ന് തെളിവ് രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചറിയൽ രേഖയ്ക്കായി വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ വോട്ടർ ഐഡിയോ പാൻ കാർഡ് തുടങ്ങിയ രേഖകളായിരിക്കും. വിലാസം തെളിയിക്കുന്നതിന് കഴിഞ്ഞ 3 മാസത്തെ വൈദ്യുതി ബില്ലോ ഗ്യാസ് ബില്ലോ കറണ്ട് ബില്ലോ നൽകാം. കൂടാതെ റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് എന്നിവയും നൽകാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ പേരിലോ വിലാസത്തിലോ മൊബൈൽ നമ്പറിലോ മാറ്റങ്ങൾ ഉണ്ടായാൽ ആധാർ കാർഡ് പുതുക്കേണ്ടതാണ്. ബയോമെട്രിക് ഡാറ്റയിൽ മാറ്റം വന്നാലോ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. ജൂൺ 14 വരെയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. സമയപരിധി കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ സന്ദർശിച്ചാൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യേണ്ടതാണ്.